എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. ഈ ആഴ്ചയുടെ സമാപന ദിവസത്തിൽ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുമിച്ചാകാൻ കർത്താവ് കൃപ തന്നു. ഈ ആഴ്ച നമുക്ക് അനുഗ്രഹമായിരുന്നു. ഈ ആഴ്ച നമുക്ക് ബലമായിരുന്നു. ഈ ആഴ്ച നമുക്ക് ജയത്തിൻ്റെ ആഴ്ചയായിരുന്നു. നമ്മൾ എന്തു പറയുന്നു അതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അറിവ് സംസാരിക്കും, എന്നാൽ ജ്ഞാനം എല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. നമ്മിലുള്ള അറിവ് എപ്പോഴും നമ്മെ കൊണ്ട് സംസാരിപ്പിക്കും. എന്നാൽ നമ്മിൽ ജ്ഞാനമുണ്ടെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് കേൾക്കാനും നമുക്ക് കഴിയും. ചിലരാരിൽ നിന്ന് കേൾക്കില്ല, അവർക്കുള്ളത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. പറയുകയും വേണം, മറ്റുള്ളവരിൽ നിന്ന് കേൾക്കുകയും വേണം. വിശ്വാസം പോലും ഉണ്ടാകുന്നത് കേൾവിയാലും, കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലുമെന്ന് റോമാലേഖനം 10:17 പറയുന്നു. കേൾക്കാനുള്ള ഒരു ഹൃദയം നമുക്ക് വേണം. കേൾക്കാൻ വേഗതയും പറയുവാൻ താമസവും വേണമെന്ന്. പറയുന്നതിനേക്കാൾ കേൾക്കുന്നവരായിരിക്കണം. ഇന്ന് രാവിലെ ഞാൻ പറയുന്നത് കേൾക്കുകയാണ്. അതൊരു ക്ഷമയാണ്, അതൊരു പഠനശീലമാണ്, അതൊരു താഴ്മയാണ്. ഇവര് പറയാൻ നമ്മളെന്തിനു കേൾക്കണം? കഴിഞ്ഞ ദിവസം PG വർഗീസ് അങ്കിള് ജീസസ് എവരിഡേ കേട്ടിട്ട് അതിനകത്തൊരു കമന്റ് ഇട്ടു, നന്നായിരിക്കുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങൾ പേടിച്ചു പോയി. ഇത്രയും വലിയ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു അപ്പോസ്തലൻ നമ്മുടെ പരിപാടി കണ്ടിട്ട് അങ്ങനൊരു കമന്റ് ഇട്ടപ്പോൾ അത് എത്ര വലിയ കാര്യമാണ്. മഹാനായ അദ്ദേഹത്തിൻ്റെ ആ വലിയ തുറന്ന ഹൃദയമല്ലേ അതിന് കാരണമായത്. കേൾക്കാനുള്ള ഹൃദയം ആ വ്യക്തിയെ വലിയവരാക്കും. പറയുന്നവരെക്കാൾ കൂടുതൽ കേൾക്കുന്നവർ ആയി മാറാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ താഴ്ത്തി കൊടുക്കാം. അറിവ് നമ്മെ കൊണ്ട് സംസാരിപ്പിക്കും. എന്നാൽ ജ്ഞാനം കേൾക്കേണ്ടവരിൽ നിന്ന് കേൾക്കുവാൻ. എല്ലാം കേൾക്കാനുള്ളതല്ല, എല്ലാവരും പറയുന്നത് കേൾക്കരുത്. കേൾക്കേണ്ടത് കേൾക്കുക, വചനം കേൾക്കുക, മുതിർന്നവർ പറയുന്നത് കേൾക്കുക, ശകാരിക്കുന്നവർ പറയുന്നത് കേൾക്കുക. പരദൂഷണം കേൾക്കരുത്, കള്ളത്തരം കേൾക്കരുത്, കേൾക്കേണ്ടത് കേൾക്കുക. ഇന്ന് അതിനുള്ള കൃപ യേശു കർത്താവ് നിങ്ങൾക്ക് തരട്ടെ. ഇത് പറഞ്ഞപ്പോൾ ആരൊക്കെയോ ആവശ്യമില്ലാത്തത് കേട്ട് ജീവിതം തകർത്ത് ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. സാരമില്ല, ഇനിയും നല്ലത് കേട്ട് ജീവിതത്തെ പണിതെടുക്കാൻ ഇനിയും അവസരമുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വരാം. അപ്പോസ്തല പ്രവൃത്തിയിലെ ഏറ്റവും ഒടുവിലത്തെ അധ്യായത്തിലോട്ട് നമ്മൾ പ്രവേശിക്കുന്നു. ഇനി ഒരധ്യായം നമ്മുടെ മുൻപിൽ, 28-ാം അധ്യായം. രക്ഷപ്പെട്ട ശേഷം ദ്വീപിന്റെ പേർ മെലീത്ത എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു. മാൾട്ട ദ്വീപ്. അവർ രക്ഷപ്പെട്ട ശേഷം മാൾട്ട ദ്വീപാണ് ഞങ്ങൾ എത്തിയ സ്ഥലമെന്ന് അവർക്ക് മനസ്സിലായി. അവിടെയുള്ള അടുത്ത വാക്യം ഇങ്ങനെയാണ്: അവിടുത്തെ ബർബരന്മാർ പ്രാകൃത മനുഷ്യരാണ്, മീൻപിടുത്തക്കാരാണ്, വിദ്യാഭ്യാസമില്ലാത്തവരാണ്, പരുക്കൻ സ്വഭാവക്കാരാണ്, നല്ല പങ്കാൾക്കാരും ദുഷ്ടന്മാരാണ്. എന്നാൽ അവിടെ കൊടുത്തിരിക്കുന്നു, അവിടുത്തെ ബർബരന്മാർ ഞങ്ങൾക്ക് അസാധാരണതയ കാണിച്ചു. മഴയും ശീതവും നിമിത്തം തീ കൂട്ടി ഞങ്ങളെയൊക്കെയും കൈക്കൊണ്ടു. ഒരു ദ്വീപിലേക്ക് ഇടിച്ചു കയറിയ കപ്പൽ, തകർന്നുടഞ്ഞ കപ്പൽ. ആ കപ്പലിലുള്ള സംഗതികളെ മുഴുവനും എടുത്ത് ഇവരെ തള്ളിക്കളയുന്നതിന് പകരം അവർ അസാധാരണ ദയ കാണിച്ചു. ഒരിക്കലും ദയ കാണിക്കാത്ത വർഗക്കാർ അസാധാരണ ദയ കാണിച്ചെങ്കിൽ അത് സാധാരണമല്ല. സാധാരണ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ, അസാധാരണം എന്ന് പറഞ്ഞാൽ എന്താ? സൂപ്പർ നാച്ചുറൽ. അതിൻ്റെ പുറകിൽ കർത്താവ് മാത്രമാണ്.
ഒരു അസാധാരണ ദയ ആരെങ്കിലും നിങ്ങളെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് കർത്താവാണ്. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാം. എനിക്ക് മനസ്സുണ്ട്, തൊട്ടു, അവൻ സൗഖ്യമായി, കുഷ്ഠരോഗി സൗഖ്യമായി. അത് ദയയല്ല, അസാധാരണ ദയ. യേശു കർത്താവിൻ്റെ സുവിശേഷങ്ങൾ 4ലും യേശുവിൽ നിന്ന് പുറപ്പെട്ട ദയ അസാധാരണ ദയയാണ്. ഇന്ന് ശ്രദ്ധിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോട് പറയാം, കർത്താവ് നമുക്ക് തരുന്ന ദയയുടെ പേരാണ് അസാധാരണ ദയ. കനിവ് തോന്നാൻ, മനസ്സലിവ് തോന്നാൻ ഇന്ന് ആരുമില്ല. കയ്യിലെ പണം തീർന്നപ്പോൾ ബന്ധങ്ങളെല്ലാം മാറി, കൂട്ടുകാരിന്നില്ല. കടക്കണിയിലായപ്പോൾ അയൽവാസികൾ പോലും മിണ്ടാറില്ല. ചർച്ചിലുള്ളവർ പോലും ഇപ്പോൾ ഒഴിവാക്കുന്നു. ഇങ്ങനെയുള്ള വളരെ വേദനാജനകമായ അവസ്ഥയിലൂടെ പോകുന്നവരുണ്ടോ? നിനക്ക് വേണ്ടി ഒരു അസാധാരണ ദയ കർത്താവ് കരുതി വെച്ചിട്ടുണ്ട്. നീന്തിയും കപ്പലിലെ പലകയിൽ പിടിച്ചും ഒക്കെ രക്ഷപ്പെട്ടപ്പോൾ അവരറിഞ്ഞില്ല ഇത്രയും ദയയുള്ള ഒരു വഴിയിലേക്കാണ് ഞങ്ങൾ എത്തിച്ചേരുന്നത്. മാൾട്ട എന്ന ദ്വീപിന്റെ അർത്ഥം ഒരർത്ഥം പെറ്റമ്മയേക്കാൾ വിശ്വസ്തയെന്ന്. ഒരു കരുണ, ഒരു ദയ നിന്നെ കാത്തിരിപ്പുണ്ട്. ഇതുവരെ ദയ കിട്ടാത്ത ഒരു വ്യക്തി എന്ന നിലയിൽ ഈ കൊടുങ്കാറ്റിൽ ഒന്നും കഴിക്കാതെ നീ തീർന്നു പോകണ്ട. നിനക്ക് വേണ്ടി ദൈവം ദയയുള്ള സ്ഥലങ്ങൾ വെച്ചിട്ടുണ്ട്. നീ മുന്നോട്ട് പോകണം. കരുണയുള്ള സ്ഥലങ്ങൾ കരുതി വെച്ചിട്ടുണ്ട്. നീ മുന്നോട്ട് പോകണം. നീ ചെന്ന് വീഴുന്ന സ്ഥലം ദൈവത്തിൻ്റെ ദയ കാണുന്ന സ്ഥലമായിരിക്കും. ഹാഗാർ വീട്ടിൽ നിന്ന് മോനുമായിട്ട് ഇറങ്ങി. 13 വയസ്സുള്ള കുഞ്ഞുമായി വീട്ടിൽ നിന്ന് ഇറങ്ങി. മോൻ നടന്നു, അമ്മയും നടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ മകന് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. അപ്പം തീർന്നു, വെള്ളവും തീർന്നു. ഒരു സ്ഥലത്ത് വീണ് കിടന്ന് കുഞ്ഞ് മരിക്കാൻ പോവുകയാണ്. അമ്മ കരച്ചിലായി. കുഞ്ഞിൻ്റെ മരണം കാണണ്ട കർത്താവേ, എനിക്ക് ഈ കുഞ്ഞിൻ്റെ മരണം കാണണ്ട. ഞാൻ പ്രസവിച്ച എൻ്റെ കുഞ്ഞ് പട്ടിണിയും ദാഹവും നിമിത്തം മരിക്കാൻ പോകുന്നു. അവിടെ സംഭവിച്ചത് ദൈവം ഹാഗാറിന്റെ കണ്ണു തുറന്നു എന്നവിടെ വായിക്കുന്നു. അവൾ നോക്കുമ്പോൾ ഒരു ഉറവയവിടെ. എന്താണോ അവരുടെ ആവശ്യം അതിനുള്ള ഒരു തടാകം അവിടെ രൂപപ്പെട്ടു കഴിഞ്ഞു. ആ തടാകം അവിടെ ഉണ്ടായിരുന്നു. അത് അവൾക്ക് വേണ്ടി ദൈവം തുറന്നു വെച്ചതാണ്. അവൾ എവിടെ വന്ന് അവളും മോനും വീഴുമെന്ന് കർത്താവിന് അറിയാം. ഉൽപ്പത്തി പുസ്തകത്തിൽ ഈ ചരിത്രം കിടപ്പുണ്ട്. ഇവൾക്ക് എവിടം വരെ മുന്നോട്ട് പോകാൻ കഴിയും? എവിടെയാണ് അവൾ തളരുന്നത്? എവിടെയാണ് അവൾ വീഴുന്നത്? എവിടെയാണ് അവൾ കരയുന്നത്? പരീക്ഷയോടൊപ്പം നീക്കുപോക്കുകളും അവൻ വെച്ചിരിക്കുന്നു. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. CBSE പരീക്ഷ നടക്കുകയാണ്. നമ്മൾ കുഞ്ഞുങ്ങളോട് പറയുകയാണ്, എൻ്റെ മക്കൾ എഴുതണ്ട, അപ്പനും അമ്മയും പോയി എഴുതാം എന്ന് പറയോ? ഇല്ല. അവര് തന്നെ ആ പരീക്ഷ സഹിക്കണം. അവര് പഠിക്കണം, അവരെഴുതണം, അവർ പാസ്സാകണം. പരീക്ഷകൾ നമുക്ക് വേണം. അതാണ് നമ്മൾ ആരാണ്, നമുക്ക് എന്തോരം കപ്പാസിറ്റി ഉണ്ടെന്ന് കാണിക്കുന്നത് നമുക്ക് വരുന്ന പരീക്ഷകളാണ്. ഈ പരീക്ഷ കുട്ടികളുടെ 10ാം ക്ലാസ്സിലെ CBSE പരീക്ഷ, കുട്ടികളുടെ പരീക്ഷ 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞാൽ ഇല്ലേ പരീക്ഷ? +2, +1, +2. അത് കഴിഞ്ഞാൽ പഠിക്കുന്ന പിള്ളേർക്ക് ഡിഗ്രി. അത് കഴിഞ്ഞാൽ പഠിക്കുന്ന കുട്ടികൾക്ക് അതിനേക്കാൾ വലിയ 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 പരീക്ഷകൾ. പല രാജ്യത്ത് പോയി പരീക്ഷകളെ അതിജീവിക്കുവാൻ പലരും തയ്യാറാണ്. ഇതാ പല പരീക്ഷകളെ അതിജീവിച്ച് ചെന്നു കഴിഞ്ഞപ്പോൾ ഇതാ അവർ എത്തിച്ചേർന്നത് മാൾട്ട ദ്വീപിലാണ്. അസാധാരണ ദയയുമായി വലിയ ജയത്തോടെ പലതിനെ അതിജീവിച്ച് വന്നപ്പോൾ അസാധാരണമായ വിടുതലുകളും അനുഗ്രഹങ്ങളും അവരെ കാത്തിരുന്നു. ഇതുപോലെ ചിലർ ഈ കാര്യം അറിയാതെ നേരത്തെ ആത്മഹത്യ ചെയ്യും. അവരുടെ മുമ്പിൽ വാതിലുണ്ടായിരുന്നു,
ചിലർ ആ സമയത്ത് തളർന്നു വീഴും, അല്ലെങ്കിൽ മദ്യപാനത്തിലേക്കും ലോകത്തിലേക്കും പാപത്തിലേക്കും പോകും. അടുത്ത ഘട്ടത്തിൽ അവരെ സഹായിക്കാൻ ദൈവം കാത്തിരിക്കുകയാണ്. ഹാഗാർ നടന്നു 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 ഏറ്റൊടുവിൽ അവസാനത്തെ ചുവടും കൂടി വെച്ച് അവൾ മറിഞ്ഞു വീണു. കുഞ്ഞും വീണ് കിടക്കുകയാണ്. അപ്പോൾ ദൈവം അവളുടെ കണ്ണ് തുറന്നു. അവൾ ഒരു ഉറവ കണ്ടു. ബാലനെ കുടിപ്പിച്ചു. അവനൊരു വില്ലാളിയായി മരുഭൂമിയിൽ വളർന്നു. അതിന്റെ അർത്ഥം ആ ഉറവ അവനെ വീരനാക്കി, വില്ലാളിയാക്കി. ആ ഉറവയോട് ബന്ധപ്പെട്ട് അവന്റെ ജീവിതം തുടരുകയാണ്. ദൈവം എന്തെങ്കിലും തുറന്നാൽ അതിനെ ചുറ്റിപ്പറ്റി അവന്റെ ഭാവി വരെയും തുറക്കുന്ന കാര്യം നടക്കും. ആരൊക്കെയോ ബലപ്പെടുന്ന പകലാണിന്ന്. നിങ്ങളെ നോക്കി പരിശുദ്ധാത്മാ പറയുന്നു, കർത്താവ് അസാധാരണ ദയ കാണിക്കുന്നവനാണ്, അസാധാരണമായി മനസ്സലിവുള്ളവനാണ്. എന്നാൽ അതിനു മുമ്പ് നമ്മുടെ ഒരു എഫർട്ടുണ്ട്. നീന്തേണ്ടവർ നീന്തണം, പലകമേൽ തൂങ്ങിക്കിടക്കുന്നവർ തൂങ്ങിപ്പോകണം. കപ്പൽ തകർന്നപ്പോൾ ആ കപ്പലിൽ നിന്ന് അവർ ചെയ്യേണ്ട കുറെ കാര്യമുണ്ട്. നാം നമ്മുടെ റോളുകൾ നന്നായി പൂർത്തിയാക്കിയാൽ നമുക്ക് വേണ്ടി ചില അസാധാരണമായ കാര്യങ്ങൾ ദൈവം കരുതി വെച്ചിട്ടുണ്ട്. വിശ്വസിക്കുക, കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം, കർത്താവിൻ്റെ ശക്തിയിൽ നമുക്ക് ശക്തിപ്പെടാം. നമുക്ക് ഒരുമിച്ച് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം, ധൈര്യപ്പെട്ട് പ്രാർത്ഥിക്കാം, കൃപയിൽ ആശ്രയിക്കാം. ഈ ആഴ്ച നടത്തിയ ദൈവം അടുത്ത ആഴ്ച ഇതിനേക്കാൾ നന്നായിട്ട് നടത്തും. എത്ര പേരത് വിശ്വസിക്കും? ബലപ്പെടാം, പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ ദൈവവചനം കേട്ട ഓരോ വ്യക്തികൾക്കും അസാധാരണമായ ദയകൾ അവരെ കാത്തിരിക്കുന്നുണ്ടല്ലോ. അവർ ബലപ്പെടട്ടെ. ഈ മീഡിയ പ്രോഗ്രാമുകൾ കാണുന്ന ഓരോ പ്രിയപ്പെട്ടവരും സൗഖ്യമാകട്ടെ, സമ്പത്തുണ്ടാകട്ടെ, നന്മകൾ ഉണ്ടാകട്ടെ, ഉയർച്ചകൾ ഉണ്ടാകട്ടെ, തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ, അവരുടെ സാമ്പത്തിക മേഖലകൾ തുറക്കട്ടെ, കൃപകളും വരങ്ങളും നിറയട്ടെ. പരിശുദ്ധാത്മാവ് അത് ചെയ്യണം. അവരുടെ പ്രാർത്ഥനകൾക്കെല്ലാം അത്ഭുത മറുപടികൾ ഉണ്ടാകട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കും യേശുവിൻ നാമത്തിൽ. ആമേൻ. കർത്താവിൽ ആശ്രയിക്കാം, കർത്താവിൽ ശക്തിപ്പെടാം. നാളെ 8 മണിക്ക്, രാവിലെ 8 മണിക്ക് അനുഗ്രഹിക്കപ്പെട്ട സഭായോഗം നമുക്കുണ്ട്. കർത്താവിൽ ബലപ്പെടാം. അതുകൂടാതെ 12 മണിയാകുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു യൂത്ത് മീറ്റിങ്ങും ഞായറാഴ്ച സഭായോഗത്തിന് ശേഷം 8 തൊട്ട് 11 മണി വരെയാണ് നമ്മുടെ സഭായോഗം. അതിനുശേഷം യൂത്ത് മീറ്റിംഗ്, യൗവനക്കാരായിട്ട് ജീവിതത്തിൽ ആത്മാവിൽ കുതിച്ച് ഒരു ഉയർച്ചയ്ക്ക് കൊതിക്കുന്ന യൗവനക്കാരുണ്ടെങ്കിൽ പ്രൈസ് ജനറേഷൻ്റെ യൂത്ത് മീറ്റിംഗ് രാവിലെ സഭായോഗത്തിന് ശേഷം 12 മണിക്ക് ആരംഭിച്ച് 1:30 അവസാനിക്കും. 1.5 മണിക്കൂറേ ഉള്ളൂ. ആ മീറ്റിംഗ് യൗവനക്കാരെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ബ്ലെസ്സിംഗ് ആയി മാറും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തിങ്കളാഴ്ച മുതൽ ജീസസ് എവരിഡേ കർത്താവ് അനുവദിച്ചാൽ വീണ്ടും തുടരുന്നതായിരിക്കും. ആമേൻ. ഗോഡ് ബ്ലെസ് യു.
സുഖമാണ്.